പ്ലാസിഡച്ചൻ്റെ മൃതസംസ്കാര വേളയിൽ ചരമപ്രസംഗം നടത്തിയത് അന്ന് കാഞ്ഞിരപ്പള്ളി മെത്രാനായിരുന്ന അഭിവന്യ മാർ യോസേഫ് പൗവത്തിൽ പിതാവായിരുന്നു. പ്ലാസിഡച്ചൻ്റെ സഭാസേവനങ്ങളെ വിവരിച്ച ശേഷം പൗവത്തിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് ഇപ്രകാരമാണ്: പ്ലാസിഡച്ചനെ സീറോ മലബാർ സഭയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാം. സഭാപിതാക്കന്മാരുടെ നിരയിലേക്ക് കടന്നു വരുവാൻ എന്തുകൊണ്ടും പ്ലാസിഡച്ചൻ യോഗ്യനാണ്. വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണ് ഇതെന്ന് പ്ലാസിഡച്ചനെ അടുത്ത് പരിചയമുള്ളവർക്ക് അറിയാം. സഭാപിതാക്കന്മാരുടേത് പ്രവാചക ദൗത്യം തന്നെയായിരുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ തങ്ങളുടെ സഭാസമൂഹങ്ങളെ സത്യവിശ്വാസത്തിൽ ഉണർത്തി, ഉയർത്തി, വളർത്തി സംരക്ഷിച്ചവരാണ് സഭാപിതാക്കന്മാർ. പ്ലാസിഡച്ചനും അതുതന്നെയാണ് ചെയ്തത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം എസക്കിയേൽ പ്രവാചകനെ പോലെ നവോത്ഥാനത്തിൻ്റെ പ്രവാചകനായിരുന്നു പ്ലാസിഡച്ചൻ. തൻ്റെ ഈ പ്രവാചക ദൗത്യം ഭംഗിയായി നിർവഹിച്ച പ്ലാസിഡച്ചൻ സീറോ മലബാർ സഭയുടെ പിതാവ് എന്ന ബഹുമതിക്ക് തികച്ചും അർഹനായിത്തീർന്നു എന്ന് പറയാം.